ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മഹേഷ് ബാബുവിൻ്റെയും രാജമൗലിയുടെയും ഒരു പുതിയ പടം ഉണ്ടല്ലോ, വാരണാസി എന്ന പേര്. അപ്പോൾ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ അല്ല, ഇതൊരു ഗ്ലിംസ് ആയിട്ട് അവർ ഇറക്കിയതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ. ശ്രീ ദുർഗ മൂവീസ് ഷോവിംഗ് ബിസിനസ് ഫ്രം ദ ഡയറക്ടർ ഓഫ് ബാഹുബലി RRR രാജമൗലി. പറയണ്ടല്ലോ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഡയറക്ടർ. ഇതുവരെ ചെയ്ത എല്ലാ പടവും ഹിറ്റ്. എല്ലാ പടത്തിനും വമ്പൻ റെസ്പോൺസ്. ഓൾ ഓവർ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തും എല്ലാം ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള രാജമൗലിയുടെ അടുത്ത ഒരു വമ്പൻ പടം. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐമാക്സിൽ, പൂർണ്ണമായിട്ടും ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഒരു പടമാണെന്നാണ് പറയുന്നത്. അത്രത്തോളം ചിലവേറിയ പടമായിരിക്കണം ഐമാക്സിൽ ഷൂട്ട് ചെയ്ത്. സാധാരണ പടങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ പലതിലും ഒന്നോ രണ്ടോ ഷോട്ടിൽ മാത്രമായിരിക്കണം ഇന്ത്യയിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി അവരല്ലാത്ത ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് ഐമാക്സിലേക്ക് എൻലാർജ് ചെയ്യുകയാണ് ചെയ്യുന്ന വിഷ്വലിനെ. ഇത് പൂർണ്ണമായിട്ടും ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഫ്രം ദ ഡയറക്ടർ ഓഫ് ബാഹുബലി RRR. പുള്ളിയുടെ എല്ലാ പടത്തിലും കാണും ഇതേ കണക്കൊരു സ്റ്റാർട്ടിങ് വിഷ്വല്. ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏരിയൽ ഷോട്ട് പുള്ളിയുടെ എല്ലാ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടാവും. ബാഹുബലിയിലാണെങ്കിലും നമ്മൾ RRRലാണെങ്കിലും എല്ലാത്തിലും കണ്ടിട്ടുള്ള. അപ്പോൾ അതേപോലെ ഒരു ഏരിയൽ ഷോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇതെനിക്ക് തോന്നുന്നു കാശിയുടെ വാരണാസിയുടെ ഒരു ഏരിയൽ ഷോട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 512CE വാരണാസിയാണ് അവരത് കാണിച്ചേക്കുന്നത്. CE ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെക്സ്റ്റുകൾ വരുന്നുണ്ട്. ആസ്ട്രോയിഡ് ശാംഭവി 2027 CE. എന്തൊക്കെയോ ടെക്സ്റ്റുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്താണെന്നുള്ള വമ്പൻ വിഷ്വലാണ് കേട്ടോ. വിഷ്വൽ എഫക്ട്സ് ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്, എങ്കിലും അന്യായ ക്രിയേഷൻ ആണ് കേട്ടോ. പൊളി. ആഫ്രിക്ക കാണിക്കുന്നുണ്ട്. കുറെ മൃഗങ്ങളെയും കാര്യങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ട്. പാരച്യൂട്ടിൽ ആൾക്കാർ പറന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കാണിക്കുന്നതാണ് എന്ന് തോന്നുന്നു. എന്റെ മോനെ, ഉഗ്രഭട്ടി കേവ്, വനാഞ്ചാൽ, എന്തൊക്കെയാണ് എന്തോ. ഈ പുള്ളിയെ കുറിച്ചൊന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി എടുക്കുന്ന കഥയും അതിന്റെ ക്രിയേഷനും ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഥ തന്നെ ആയിരിക്കും. വാരണാസി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. വിഷ്വൽസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വിഷ്വൽ എഫക്ട്സ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് പുള്ളി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു അന്റാർട്ടിക്ക കാണിക്കുന്നുണ്ട്, ആഫ്രിക്ക കാണിക്കുന്നുണ്ട്, വാരണാസി കാണിക്കുന്നുണ്ട്.
ആ 7200 BC ലങ്കാ നഗരം. ഇത് രാമന്റെ കാലത്തുള്ള കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. 7200 BC എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലങ്ക, നമ്മുടെ രാമായണത്തിലെ ലങ്കയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് പഴയ കാലഘട്ടം കാണിക്കുന്ന, രാമന്റെ ഒക്കെ കാലഘട്ടം കാണിക്കുന്ന സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. എന്റെ മോനെ, ഹനുമാൻ അസാധ്യ വിഷ്വൽ എഫക്ട്സ് ആണ് കേട്ടോ. ഹനുമാന്റെ വിഷ്വലാണ്. എനിക്ക് തോന്നുന്നു ഇത് ലങ്കാ ദഹനമാണെന്ന് തോന്നുന്നത് കാണിക്കുന്നത് കേട്ടോ. തീയും അവിടെ എവിടെയും തീയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഹനുമാന്റെ ഒരു അന്യായ എഫക്ട്സ് നമുക്കിവിടെ കാണാം. ഈ രാമന്റെ കഥ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹനുമാന്റെ കുറെ ടീം ഉണ്ടല്ലേ, അപ്പൊ അവര് രാമനെ ഉയർത്തിപ്പിടിച്ചേക്കുന്നതാണ്. രാമൻ അമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിൽക്കുന്നതായിട്ട് ഒരു സാധനമാണ് കാണിച്ചേക്കുന്നത്. അന്യായ വിഷ്വൽ എഫക്ട്സ് ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു രാവണനുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഹനുമാനുണ്ട്, ഹനുമാന്റെ ഒരു പട തന്നെ ഉണ്ട്, രാമനുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റോക്കുകളൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് അവർ കോമ്പോസിറ്റ് ചെയ്തേക്കുന്നത്. അത് വിഷ്വൽ എഫക്ട്സ് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് അവസാനം നോക്കാം. മണികർണിക ഘട്ട്, വാരണാസി. എന്റെ മോനെ, MM കീരവാണിയാണ് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ഓ, എന്ത് ഭംഗിയല്ലേ ഈ മനുഷ്യനെ കാണാൻ. 55 വയസ്സായി, 55-56 വയസ്സുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. പുള്ളിയുടെയൊക്കെ ലുക്ക് കണ്ടില്ലേ, ഇപ്പോഴും ചെറുപ്പക്കാരൻ, ഇപ്പോഴും കോളേജ് പയ്യന്റെ വേഷം ചെയ്യാ ഇയാൾക്ക്. അന്യായ ലുക്ക് തന്നെ കേട്ടോ. എന്തായാലും പിന്നെ മഹേഷ് ബാബുവിന്റെ പടം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഒരു എക്സ്പ്രഷൻ വിട്ട് ഒരു കളിയില്ലാത്ത ഒരാളാണ്. ഇനി സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഫേസിന് ഒരേ എക്സ്പ്രഷനുള്ള ഏക സൂപ്പർ സ്റ്റാർ ആണ് മഹേഷ് ബാബു. ഞാനിത് പറയുമ്പോൾ മഹേഷ് ബാബുവിന്റെ ഫാൻസ് ഒക്കെ ചിലപ്പോൾ എന്നെ ഓടിച്ചിട്ട് അടിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ തെറിയൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷെ സത്യം പറയേണ്ടത് തന്നെയാണല്ലോ. അതിന് എതിരഭിപ്രായം ഉള്ളവർക്കെല്ലാം കമന്റ് ഇടാം. പക്ഷെ രാജമൗലി ഇച്ചിരി വൃത്തിയായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, സീനാണ് കേട്ടോ. ഈ കോമ്പോസിഷൻ അടിപൊളിയാണ്. ആ വിഷ്വൽ, ആ കാളയുടെ പുറത്തിരുന്ന് പുള്ളി വരുന്ന, ഇത് നന്ദികേശന്റെ ഒരു സിംബോളിക് ആയിട്ട് അവർ കാണിച്ചത്. നന്ദികേശനെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ കാണിച്ചത്. ഈ രാമന്റെ അവതാരമായിട്ട് വരുന്ന എന്തെങ്കിലും ക്യാരക്ടറൊക്കെ ആയിരിക്കും മഹേഷ് ബാബുവിന്റെ ഒരു സെറ്റപ്പ്. കാരണം പുള്ളി പുരാണം വെച്ച് കളിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതിനകത്ത് കാണിച്ച ഗ്ലിംസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാമായണവും യുദ്ധവും ഹനുമാനും ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ രാമന്റെ ഒക്കെ ഒരു അടുത്ത അവതാരമായിരിക്കണം ഈ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സാധനമൊക്കെ. അപ്പോൾ കാളയുടെ പുറത്തിരുന്നുകൊണ്ട് വരുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ സാധനമൊക്കെ, ആ വിഷ്വൽ അടിപൊളിയാണ്. ഇതിനകത്ത് കാളയെല്ലാം കോമ്പോസിറ്റ് ചെയ്തതായിരിക്കണം. മഹേഷ് ബാബുവിന്റെ വിഷ്വൽ എന്തായാലും ഭംഗിയായിട്ടുണ്ട്. വാരണാസി, ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ ആനിമേഷൻ എനിക്ക് വലിയ ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. അതൊരു ഇച്ചിരി ഒരു ലോവർ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് ആ ടൈറ്റിലിൽ ഫീൽ ചെയ്തില്ല, സത്യം പറയാലോ. സാധാരണ നിങ്ങൾ രാജമൗലിയുടെ പടത്തിന്റെ ടൈറ്റിൽ ആനിമേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അസാധ്യ ടൈറ്റിൽ ആനിമേഷൻ. ആ ടൈറ്റിൽ ആനിമേഷനിൽ കൂടി തന്നെ നമുക്ക് കഥ ഏകദേശം പിടികിട്ടുന്ന രീതിയിലാണ് പുള്ളിയുടെ എന്താണ് ഉദ്ദേശിച്ച ത്രെഡ് എന്നുള്ളത് നമുക്ക് പിടികിട്ടും. പക്ഷെ ഇത് അത്ര ഒരു സുഖമുള്ള
ടൈറ്റിൽ അല്ല. ഗ്ലോബ് ട്രോട്ടർ, ടൈം ട്രോട്ടർ. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. ലുക്കൊക്കെ അടിപൊളിയാ. രാജമൗലിയുടെ മറ്റേ സ്റ്റാമ്പ് വന്നിട്ടുണ്ട്, എല്ലാ പടത്തിലും അവസാനം വരുന്ന സ്റ്റാമ്പില്ലേ, അത് വന്നിട്ടുണ്ട്. SS രാജമൗലി ഫിലിം. ഡോക്ടർ KL നാരായണ, SS കാർത്തികേയ, ഇവരാണെന്ന് തോന്നുന്നു ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. കാശ് എന്തായാലും നല്ല രീതിയിൽ വാരി എറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഐമാക്സിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര ഒരു ചിലവേറിയ കാര്യമാണ്. അത് എന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്ന ഒന്നും പറയാനില്ല. ഇത്രയും നേരം കേട്ട മ്യൂസിക് വെച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഒരു രക്ഷയില്ല. ഇത് MM കീരവാണിയാണ്, പുള്ളിയുടെ സ്ഥിരം ആളാണ്. നമ്മുടെ RRR എല്ലാം ചെയ്തത്, ആ പാട്ടെല്ലാം നാട്ട് ആ പാട്ടൊക്കെ ചെയ്തത് ഈ പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്ക് ഓസ്കാർ നോമിനേഷൻ ഒക്കെ പോയ ആളാണ്. പിന്നെ വിജയേന്ദ്ര പ്രസാദ്, പുള്ളിയാണ് ഇതിന്റെ കോ റൈറ്റർ എന്ന് പറഞ്ഞാൽ രാജമൗലിയും വിജയേന്ദ്ര പ്രസാദ് കൂടി ചേർന്നാണ് ഇത് കഥ എഴുതിയേക്കുന്നത്. വിജയേന്ദ്ര പ്രസാദ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജമൗലിയുടെ അച്ഛനാണ്. പുള്ളിയാണ് ഈച്ച, ഈ പറയുന്ന ഛത്രപതി, ഈച്ച, ബാഹുബലി, RRR, ഇതിനെല്ലാം പുള്ളിയുടെ കോ റൈറ്റർ ആയിട്ടുള്ളത് വിജയേന്ദ്ര പ്രസാദ്, പുള്ളിയുടെ അച്ഛൻ തന്നെയാണ്. പുള്ളി ആന്ധ്രാപ്രദേശിൽ ഒരു MP ആണ്. പിന്നെ PS വിനോദ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള വർക്ക് ഏതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിതം തൊട്ട് നോക്കാം. ആരണ്യകാണ്ഡം എന്നും പറഞ്ഞിട്ട് പഴയ ഒരു പടമുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. റിതം ചെയ്തിട്ടുണ്ട്, നമ്മുടെ അർജുനും മീനയും ചേർന്നിട്ടുള്ള ഒരു പടമുണ്ട് റിതം എന്നും പറഞ്ഞിട്ട്, നല്ല അടിപൊളി പടമാണ്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാഗാർജുനയും കാർത്തിയും കൂടി അഭിനയിച്ച തോഴ എന്ന് പറയുന്ന മൂവി, അതും ഈ പുള്ളി ചെയ്തതാണ്. പിന്നെ നമ്മുടെ വിക്രം വേദ, പറയണ്ടല്ലോ, അസാധ്യ പടമാണ്, അത് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അങ്ങനെ കുറെ തെലുങ്കിലെ തന്നെ അരവിന്ദ സമേത, മറ്റേ നമ്മുടെ ജൂനിയർ NTRന്റെ അരവിന്ദ സമേത, അങ്ങനെയുള്ള കുറെ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ്. പ്രിയങ്ക ചോപ്രയാണ് നായിക. നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടതാണ്, ഓൺലൈനിൽ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടാണ്. പ്രിയങ്ക ചോപ്രയാണ് നായിക. സീതയായിട്ടാണോ ഇനി പ്രിയങ്ക ചോപ്ര വരുന്നത്? എനിക്ക് ഡൗട്ടുണ്ട്. നന്നായിരിക്കുമോ അതോ സീത ഒരു വിധം ആവോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ രാജുവേട്ടൻ ഒന്ന് ഏറിപ്പോയായിരുന്നു പൃഥ്വിരാജ്. പുള്ളിയുടെ ഒരു പോസ്റ്റർ മറ്റേ 24 മൂവിയില് സൂര്യ മറ്റേ കസേരയിൽ ഇരുന്നിങ്ങനെ വരുമല്ലേ, മറ്റേ വില്ലൻ സൂര്യ, അതുമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കൊക്കെയാണ് പുള്ളിക്ക് ഈ പടത്തില്. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പൊ ആ സാധനം വന്നപ്പോ കുറച്ചേറി പോയായിരുന്നു പുള്ളി. കോസ്റ്റ്യൂം ഡിസൈനർ വന്നേക്കുന്ന രമ രാജമൗലിയാണ്. രമ രാജമൗലി ഇതിനു മുമ്പുള്ള ബാഹുബലി, RRR, പുള്ളിയുടെ എല്ലാ പടത്തിലും അസോസിയേറ്റ് ചെയ്യുന്ന ആളാ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജമൗലിയുടെ വൈഫ് തന്നെ. ഇവര് കുടുംബക്കാർ മൊത്തത്തിൽ ഇറങ്ങിയേക്കുക പടത്തിന് വേണ്ടിയിട്ട്. അച്ഛനും മോനും കൂടി പടത്തിന്റെ കഥ എഴുതുന്നു, മോൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഭാര്യ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു. ഇവര് മൊത്തത്തിൽ എല്ലാവരും ഇവര് കുടുംബക്കാരായിട്ട് മൊത്തം ഫിലിം ഇൻഡസ്ട്രിയെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു കുടുംബം പോലെയുണ്ട്. പിന്നെ ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ചെയ്തേക്കുന്നത് ഗോവിന്ദ് ചൗധരി, ശശ്വത് കൗരവ്, ഇസ്രായേൽ സൊറ്റൽഡോ, മുസ്കാൻ താക്കൂർ, ഇവരൊക്കെയാണ് ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ടീം എന്ന് പറയുന്നത്. ടോഡോർ ലസാറോ എന്ന ആക്ഷൻ ഡയറക്ടറാണ് ഇതിന്റെ ഫൈറ്റ് എല്ലാം കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ഇംഗ്ലീഷുകാരനായിരിക്കും. ശ്രുതി ഹസൻ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്ത് വിധത്തിലാവോ എന്തോ ദൈവത്തിനറിയാം. നമുക്ക് എന്തായാലും പടം വരുമ്പോ അറിയാം. നമുക്കിതൊരു ചെറിയ ഗ്ലിംസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിനകത്ത് പടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മോഷൻ ഗ്രാഫിക്സിലൂടെ, ആ ഒരു വിഷ്വൽ എഫക്ട്സിലൂടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പടമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു സാധനവും നമുക്കിതിൽ തന്നിട്ടില്ല. ഇത് രാമനാണ്, പഴയ കഥ കാണിക്കുന്നുണ്ട്, പുതിയ കഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും തമ്മിലുള്ള ഒരു മിക്സപ്പ് സ്റ്റോറി ആയിരിക്കാം. ചിലപ്പോൾ ഒരു ടൈം ട്രാവൽ സാധനമായിരിക്കാം. രാമന്റെ ഒരു പുനർജന്മം അങ്ങനെയൊക്കെ കാണിക്കുന്ന കഥയായിരിക്കാം. എല്ലാം നമുക്കറിയാം. ഇത് ഫിലിംഡ് ഫോർ ഐമാക്സ് ആണ്. ഇത് ഐമാക്സിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന 16:9 അങ്ങനെ നമ്മുടെ സാധാ വീഡിയോ കാണുന്ന ഒരു ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല. ഇതൊരു ഫുൾ വീഡിയോ ഫോർമാറ്റ് ആയിരിക്കും. നമുക്ക് ഐമാക്സിന്റെ തിയേറ്ററിൽ തന്നെ കാണണം. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്, നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഐമാക്സിന്റെ തിയേറ്ററിൽ തന്നെ കാണണം. റിലീസ് ഡേറ്റ് എന്തായാലും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അവര്. അപ്പൊ നമുക്ക് എന്നാണ് ഇതിന്റെ റിലീസ് എന്ന് നോക്കാം.
വരുന്ന ചില അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങളൊക്കെ അറിയുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും രാജമൗലി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തിയേറ്ററിലേക്ക് പോവാം. കാരണം വെറുപ്പിച്ചിട്ടില്ല പുള്ളി ഇതേവരെ. എടുത്ത എല്ലാ പടവും ഹിറ്റാക്കിയിട്ടുണ്ട്. അസാധാരണമായ കഴിവുകളുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് പുള്ളിയുടെ പടത്തിൽ പുള്ളി കാണിച്ചു തന്നാലും നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. കാരണം അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ആ കഥ നെറേറ്റ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ നമുക്ക് വിശ്വസിച്ച് പടം കാണാൻ പോവാം. ഒരു 150 രൂപ ചിലവാക്കി പോണേൽ നഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ വിഷ്വലെങ്കിലും കണ്ട് നമുക്കത് മുതലാക്കാം. അസാധ്യ വിഷ്വൽസ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതിൽ തർക്കം വേണ്ട. കാരണം പുള്ളിയുടെ ടെക്നീഷ്യൻസ് എല്ലാം വേറെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് പടം കണ്ടിട്ട് നോക്കാം. നല്ല ലാസ്റ്റ് ഒന്നുകൂടി പറയാം, എനിക്ക് ടൈറ്റിൽ അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ യോജിപ്പുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എന്താണെങ്കിലും തെറി വിളിക്കാനാണെങ്കിലും നിങ്ങൾ വിളിച്ചോ കമന്റിൽ. ഇനിയുള്ള വീഡിയോസ്, ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കിണി അത് അടിക്കുക. അതേപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ബട്ടൺ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, അതും കയറി അടിക്കുക. എന്നെ 10 പേര് കൂടി കൂടുതൽ കാണട്ടെ, നിങ്ങൾ സഹകരിക്കുന്നു. അപ്പൊ ശരി, ബൈ.